നല്ലതാണോ ചീത്തതാണോ എന്ന് വീഡിയോ കണ്ടിട്ട് എൻ്റെ മക്കൾ എന്നെ അങ്ങോട്ട് ആലോചിക്കുക. എടാ, ജൂലൈ 2-ാം തീയതിയാണ് ശരിക്കും നിങ്ങൾക്ക് സ്കൂൾ തുറക്കാൻ വേണ്ടി ആദ്യം തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. +1 പുതിയ ക്ലാസ് അത് ഇങ്ങോട്ട് മാറ്റി. ഇപ്പം നിങ്ങൾക്ക് എന്നാണ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുക? ജൂലൈ 6-ാം തീയതി. ആകെ ഒരു 4 ദിവസത്തെ വ്യത്യാസമേ ഉള്ളൂ. അപ്പം നിങ്ങളായിരിക്കും സർ ഇത് ഇത്ര വലിയ പ്രശ്നമാണോ എന്ന്. എന്നാലും ഇതിൻ്റെ നല്ല വശങ്ങളും ചീത്ത വശങ്ങളും എൻ്റെ മക്കളൊന്ന് വെറുതെ അറിഞ്ഞിരിക്കണം. സാർ, എന്താണ് ഇതിൻ്റെ നല്ല വശങ്ങൾ? ഒന്നാമത്തെ നല്ല വശം എന്ന് പറഞ്ഞാൽ അലോട്ട്മെന്റ് കുറച്ചും കൂടി സുതാര്യമാവും. അലോട്ട്മെന്റ് നടത്തി എല്ലാ കുട്ടികൾക്കും സ്കൂളിലൊക്കെ സീറ്റ് വരുത്താനുള്ള ഒരു അവസരം ഉണ്ടായിരിക്കും. കുറച്ചുകൂടി സ്ട്രക്ചേർഡ് ആയിട്ട് നല്ല ഉഷാറായിട്ട് അലോട്ട്മെന്റ് പ്രക്രിയകൾ കംപ്ലീറ്റ് ആക്കാം. അതാണ് ഇതിൻ്റെ ഒരു നല്ല വശം. രണ്ടാമത്തെ ഒരു നല്ല വശം എന്താ? കുട്ടികൾക്ക് കുറച്ചും കൂടി ഒരു മാനസിക എന്താ പറയുക ഉന്മാദം കിട്ടും. കുറേ കാലം 10-ാം ക്ലാസ്സിന്റെ സമയത്ത് പോയിട്ട് അത് ഇത് 10A+ മറ്റേത് മറിച്ചതെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കഷ്ടപ്പെട്ട് അവസാനമൊക്കെ കുറേ പഠിച്ചില്ലേ. അപ്പോൾ ആ ഒരു ബേർഡൻ കുറച്ചും കൂടി റിലാക്സ് ആക്കാൻ, കുറച്ചും കൂടി കുടുംബക്കാരെ വീട്ടിലൊക്കെ പോകാൻ, കുറച്ചും കൂടി മഴത്തൊക്കെ ആസ്വദിച്ച് നടക്കാൻ ഒരു മെന്റൽ റിലീഫ് ചിലപ്പോൾ എൻ്റെ മക്കൾക്ക് കിട്ടും. ഇതാണ് പ്രധാനപ്പെട്ട 2 നല്ല വശങ്ങൾ. ആൻഡ് ഇതിന് പ്രധാനപ്പെട്ട ദൂഷ്യവശങ്ങൾ എന്തൊക്കെ? ഏറ്റവും മെയിൻ സംഭവം എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് ജൂലൈ 6-ന് ക്ലാസ് സ്റ്റാർട്ട് ചെയ്താൽ ഈ 10-ാം ക്ലാസ്സിലെ മക്കൾ അതേമാതിരി തന്നെ നിങ്ങൾക്കും വരും ആനുവൽ എക്സാം. 9-ാം ക്ലാസ്സിലെ മക്കൾ അതേമാതിരി നിങ്ങൾക്കും ആനുവൽ എക്സാം ഉണ്ടാവും. അതിന് നിങ്ങൾക്ക് എക്സ്ട്രാ സമയമൊന്നും കിട്ടൂല. സോ ലെസ് വർക്കിംഗ് ഡേയ്സ് ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക. ലെസ് നമ്പർ ഓഫ് വർക്കിംഗ് ഡേയ്സ്. എടാ, പ്രവൃത്തി ദിനങ്ങൾ വളരെ കുറയും. ആ പ്രവൃത്തി ദിനങ്ങൾ കുറയുമ്പം പല പല പ്രശ്നങ്ങളും ഉണ്ടാവും. ടീച്ചേഴ്സ് പെട്ടെന്ന് പാഠഭാഗങ്ങൾ തീർക്കാൻ വേണ്ടി നോക്കും. സോ നിങ്ങൾ മൊത്തം ഒരു ഹറിവറിയിലായിരിക്കും. നിങ്ങൾക്ക് ആകെ ചിലപ്പം ഈ ഒരു നല്ല കാലങ്ങളൊക്കെ നിങ്ങൾ മറന്നുപോയി നിങ്ങൾ വീണ്ടും ഒരു ടെൻഷനിലേക്കും പ്രഷറിലേക്കും നിങ്ങൾ മാറും. സോ മറ്റൊരു പ്രശ്നം എന്താ? നിങ്ങൾക്ക് ഫോക്കസ് നഷ്ടപ്പെടും. എടാ, കുറേ ദിവസമായി എൻ്റെ മക്കൾ പഠിച്ചിട്ട് ഇപ്പം നമ്മൾ മൊത്തം പഠനത്തിനെ പറ്റി ആരെങ്കിലും ചിന്തിക്കലുണ്ടോ? ഇപ്പം എല്ലാവരും എന്താ അലോട്ട്മെന്റ് അല്ലെങ്കിൽ വേറെ കുടുംബക്കാരെ പേരെ പോകുന്നു, ഫിലിം കാണുന്നു, സീരീസ് കാണുന്നു, ഫുൾ അടിച്ചുപൊളിയായിരിക്കും. ഈ സമയത്ത് നമ്മൾ പഠനത്തിനെ പറ്റിയിട്ട് വല്ലാണ്ടൊന്നും ശ്രദ്ധിക്കുന്നുണ്ടാവില്ല. പഠിച്ചു തുടങ്ങിയ ആൾക്കാരുണ്ട്, എഡ്യൂക്കേഷൻ സൂപ്പർ ബാച്ചിലൊക്കെ ജോയിൻ ചെയ്തിട്ട് ഇപ്പോഴേ പഠിച്ചു തുടങ്ങിയ കുറേ ടീംസ് ഉണ്ട്. എന്നാലും ഒരു നല്ലൊരു ശതമാനം ആൾക്കാരും ഈ സമയത്ത് പഠിച്ചു തുടങ്ങാത്ത മക്കളാണ്. സോ നിങ്ങളുടെ ഫോക്കസ് കുറഞ്ഞുകൊണ്ടേ ഇരിക്കുക. അതിനോടുള്ള ഒരു എന്താ പറയുക, ഒരു ഇഷ്ടം, ഒരു മൊഹബത്ത്, ആ ഒരു എന്താ പറയുക, ആ ഒരു ത്വര അത് കുറഞ്ഞുകൊണ്ടിരിക്കും സമയമാണ് ഇപ്പം. സോ ഫോക്കസ് കുറച്ചും കൂടി കുറയാനുള്ള സാധ്യത ഉണ്ട്. ആൻഡ് മറ്റൊന്നെന്ന് പറഞ്ഞാൽ നിങ്ങളെ എക്സാം ഷെഡ്യൂളിനെ ബാധിക്കും. നിങ്ങൾക്ക് ചിലപ്പോൾ ഓണം എക്സാം ഒഫീഷ്യലി നടത്തൂല. ചിലപ്പോൾ കേരള സർക്കാർ എന്താ പറയുക, ഓരോ സ്കൂളുകാരോടും പറയും, നിങ്ങൾ സ്കൂളുകാർ എന്ത് ചെയ്തോളൂ, ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ടോളൂ, നിങ്ങൾ തന്നെ ആ സമയത്ത് ഏത് പാഠഭാഗമാണോ എത്തിയത് അതുവരെ നടത്തിയിട്ട് നിങ്ങൾ തന്നെ ഒരു എക്സാം നടത്തിക്കോളി എന്നൊക്കെ ആവും ചിലപ്പോൾ പറയാം. സോ എൻ്റെ മക്കൾ ശ്രദ്ധിക്കുക, ഇതിന് നല്ല കാര്യങ്ങളുണ്ട്, ചീത്ത കാര്യങ്ങളുണ്ട്. സർ, ഇതൊക്കെ ഞങ്ങൾ എന്തിനാ മനസ്സിലാക്കേണ്ടത്? എൻ്റെ മക്കൾ ശ്രദ്ധിച്ച് കേട്ടോ. ഈ വീഡിയോ കണ്ടിട്ട്, ഈ ഡേറ്റ് മാറിയതൊക്കെ കണ്ടിട്ട് നിങ്ങൾ എന്താണ് നിങ്ങൾ എടുക്കേണ്ട അപ്രോച്ച്? നിങ്ങൾ നേരത്തെ ചെറുതായി പഠിച്ചു തുടങ്ങണം. ഇപ്പോഴേ ഞാൻ പറയണേ, ഒന്നുകിൽ നിങ്ങൾക്ക് വല്ല ബ്രിഡ്ജ് കോഴ്സും കാണാം. എജുപോണിന്റെ ഈ ചാനൽ തന്നെ, നമ്മളെ പുതിയ ചാനലാണ്, ഇതെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. ഈ ചാനലിൽ ഓൾറെഡി ബ്രിഡ്ജിന്റെ ലൈവുകൾ ഇട്ടിട്ടുണ്ട്. ആൻഡ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ എന്താടാ, നിങ്ങൾ ഇപ്പൊ തന്നെ പറ്റുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞിട്ടുണ്ട് എജുപോണിന്റെ സൂപ്പർ ബാച്ചിൽ വളരെ കുറഞ്ഞ റേറ്റേ ഉള്ളൂ, ഒരു വർഷത്തേക്ക് ജോയിൻ ചെയ്തോ. ഞങ്ങൾ ഇപ്പോഴേ അവിടെ പരിപാടി തുടങ്ങിയിട്ടുണ്ട്. പയ്യെ തിന്നാൽ പനയും തിന്നാം. ഇപ്പൊ നിങ്ങൾ പഠിച്ചു തുടങ്ങുകയാണെങ്കിൽ, നിങ്ങൾ സയൻസ് ആയിക്കോട്ടെ, കൊമേഴ്സ് ആയിക്കോട്ടെ, ഹ്യൂമാനിറ്റീസ് ആയിക്കോട്ടെ, ഞങ്ങൾ സെറ്റാക്കി കൈ തരും. സോ ഗൈസ്, വെൽക്കം ടു എജുപോഡ്. വേഗം കൂടെ കുടിക്കോ. ഈ ഡേറ്റ് മാറിയ കാര്യം അങ്ങനെ തന്നെ മനസ്സിൽ വെച്ചോ. ഞാൻ പറയാണ്, ഒരിക്കൽ കൂടി എൻ്റെ മക്കളോട് പറയാണ്, അന്ന് പഠിക്കാൻ വിചാരിച്ചാൽ നിങ്ങൾക്ക് പണി കിട്ടും. സോ ഇപ്പോഴേ പഠിച്ചു തുടങ്ങിക്കോ. ബൈ.